നഴ്സിംഗിലെ ചില ചോദ്യങ്ങളുണ്ട്, അതിന് അക്കങ്ങൾ കൊണ്ട് മാത്രം ഉത്തരം തരാൻ പറ്റില്ല. ഒന്ന് ആലോചിച്ചു നോക്കൂ. ഒരു രോഗിയുടെ വേദന നമുക്ക് 1 മുതൽ 10 വരെയുള്ള ഒരു സ്കെയിലിൽ അളക്കാം. പക്ഷെ ആ വേദന അവരുടെ ഉറക്കത്തെ, ബന്ധങ്ങളെ, എന്തിന് ജീവിതത്തിലെ ചെറിയ സന്തോഷങ്ങളെ പോലും എങ്ങനെയാണ് ബാധിക്കുന്നത്? ഇങ്ങനെയുള്ള ആഴത്തിലുള്ള അനുഭവങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ് നമ്മളിന്ന് നഴ്സിംഗിലെ ഗുണപരമായ ഗവേഷണത്തെക്കുറിച്ച് സംസാരിക്കാൻ പോകുന്നത്. ഈ സ്ക്രീനിലെ 2 ചോദ്യങ്ങൾ ശരിക്കും 2 ലോകങ്ങളാണ്. ഇടതുവശത്ത് നോക്കൂ, ഒരു വർഷം എത്ര രോഗികൾ വീഴുന്നു? ഇതിന് നമുക്കൊരു സംഖ്യ ഉത്തരമായി കിട്ടും, സിമ്പിൾ. പക്ഷെ വലതുവശത്തോ, വീഴുമോ എന്ന ഭയത്തോടെ ജീവിക്കുന്നത് എങ്ങനെയുണ്ട്? ആ രോഗിയുടെ ഉള്ളിലെ പേടിയും ആശങ്കയും പ്രതീക്ഷയുമൊന്നും മനസ്സിലാക്കാൻ ഈ സംഖ്യകൾക്ക് കഴിയില്ല. അവിടെയാണ് എന്തുകൊണ്ട്, എങ്ങനെയെന്ന് ചോദ്യങ്ങൾ വരുന്നത്. ഇതാണ് ഗുണപരവും അളവുപരവുമായ ഗവേഷണങ്ങൾ തമ്മിലുള്ള പ്രധാന വ്യത്യാസം. അതെ, സംഖ്യകൾ നമുക്ക് ഒരു പ്രശ്നത്തിന്റെ വലിപ്പം കാണിച്ചു തരും. പക്ഷേ ആഖ്യാനങ്ങൾ, അതായത് രോഗികളുടെ കഥകൾ, അവരുടെ അനുഭവങ്ങൾ, കാഴ്ചപ്പാടുകൾ, ഇവയാണ് ആ പ്രശ്നത്തിന് ഒരു അർത്ഥം കൊടുക്കുന്നത്. ഇവിടെയാണ് ഗുണപരമായ ഗവേഷണം അതിന്റെ യഥാർത്ഥ ശക്തി കാണിക്കുന്നത്. അപ്പോ എന്താണ് ഈ ഗുണപരമായ ഗവേഷണം എന്ന് ചോദിച്ചാൽ വളരെ ലളിതമായി പറയാം. ഇത് എന്തുകൊണ്ട്, എങ്ങനെ എന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം തേടലാണ്. മനുഷ്യരുടെ അനുഭവങ്ങളെ അവരുടെ സ്വാഭാവികമായ സാഹചര്യങ്ങളിൽ ചെന്ന് പഠിക്കുക, അതും വെറും അക്കങ്ങൾക്കപ്പുറത്തുള്ള ആഴത്തിലുള്ള കാര്യങ്ങൾ കണ്ടെത്താൻ. ഇതിന്റെയൊക്കെ കാതൽ എന്ന് പറയുന്നത് ഈ ഒരാശയമാണ്. നിർമ്മിക്കപ്പെട്ട യാഥാർത്ഥ്യങ്ങൾ നിരവധിയുണ്ട്. എന്താ ഇതിന്റെ അർത്ഥം? ലോകത്ത് ഒരൊറ്റ ശരി അല്ലെങ്കിൽ ഒരൊറ്റ യാഥാർത്ഥ്യമല്ല ഉള്ളത്. ഓരോ വ്യക്തിയും അവരുടെ അനുഭവങ്ങളിലൂടെ സ്വന്തമായി ഒരു യാഥാർത്ഥ്യമുണ്ടാക്കിയെടുക്കുന്നുണ്ട്. ഉദാഹരണത്തിന്, ഒരേ ആശുപത്രി മുറി ഒരു രോഗിക്ക് പ്രതീക്ഷയുടെ സ്ഥലമാകുമ്പോൾ മറ്റൊരാൾക്കതൊരു പേടിപ്പെടുത്തുന്ന തടവറയായി തോന്നാം. രണ്ടും യാഥാർത്ഥ്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഗുണപരമായ ഗവേഷണം എന്നത് വേറൊരു രീതി മാത്രമല്ല. ഇത് അറിവിനെ സമീപിക്കാനുള്ള തികച്ചും വ്യത്യസ്തമായൊരു വഴി തന്നെയാണ്. ഇത് വസ്തുതകൾക്കപ്പുറം അർത്ഥങ്ങളെയാണ് തേടുന്നത്. ഗുണപരമായ ഗവേഷണത്തെ നിർവചിക്കുന്ന ഇങ്ങനെ പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരുപാട് ഘടകങ്ങളുണ്ട്. ഈ ഡയഗ്രം അത് വളരെ ഭംഗിയായി കാണിച്ചു തരുന്നുണ്ട്. ഹോളിസ്റ്റിക്, അതായത് സമഗ്രമായത്; ഫ്ലെക്സിബിൾ, അതായത് വഴക്കമുള്ളത്; ഇൻഡക്റ്റീവ്, അങ്ങനെ കുറേ ആശയങ്ങൾ കാണാം. വാ, നമുക്കിതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചിലതിലേക്ക് ഒന്നിറങ്ങിച്ചെല്ലാം. അപ്പം നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് ഹോളിസ്റ്റിക് അപ്രോച്ച് അഥവാ സമഗ്രമായ സമീപനത്തെക്കുറിച്ചാണ്. എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇവിടെയാണ് അതിന്റെ ഉത്തരം. ഒരു പ്രശ്നത്തെ കഷ്ണം കഷ്ണമായി മുറിച്ചു പഠിക്കുന്നതിനു പകരം അതിനെ ഒന്നായിട്ട് കാണാൻ ശ്രമിക്കുന്നു. കാരണം മനുഷ്യന്റെ അനുഭവങ്ങൾ വളരെ സങ്കീർണമാണ്, അല്ലേ? ഗുണപരമായ ഗവേഷണം ആ സങ്കീർണതയെ അംഗീകരിക്കുന്നു. ഒരു വിഷയത്തെക്കുറിച്ചുള്ള എല്ലാ വശങ്ങളും പലതരം ആളുകളുടെ കാഴ്ചപ്പാടുകളും ഇതിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കും. അപ്പോഴാണ് നമുക്ക് ആ വിഷയത്തെക്കുറിച്ചൊരു പൂർണ്ണമായ ചിത്രം കിട്ടുന്നത്. ക്വാണ്ടിറ്റേറ്റീവ് സ്റ്റഡികളില്ലേ, അതൊരു ബിൽഡിംഗ് പ്ലാൻ പോലെയാണ്. തുടക്കം മുതൽ ഒടുക്കം വരെ എല്ലാം കൃത്യമായി നേരത്തെ തന്നെ തീരുമാനിച്ചിട്ടുണ്ടാവും. പക്ഷേ ക്വാളിറ്റേറ്റീവ് റിസർച്ച് അങ്ങനെയല്ല. അതൊരു യാത്ര പോലെയാണ്. പഠനം മുന്നോട്ടു പോകുമ്പോൾ കിട്ടുന്ന പുതിയ അറിവുകൾ അനുസരിച്ച് ചിലപ്പോൾ വഴി തന്നെ മാറാം. അതുകൊണ്ടാണ് ഇതിന്റെ ഡിസൈൻ ഉയർന്നു വരുന്നതും വഴക്കമുള്ളതുമാണെന്ന് പറയുന്നത്. ഇനി പറയാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഗുണപരമായ ഗവേഷണത്തിൽ ഡാറ്റ ശേഖരിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഉപകരണം എന്താണെന്നറിയാമോ? അത് ചോദ്യാവലികളോ മെഷീനുകളോ ഒന്നുമല്ല, അത് ഗവേഷകൻ തന്നെയാണ്. ഇത് ഈ പ്രോസസ്സിനെ തന്നെ വളരെ സ്പെഷ്യലാക്കുന്നു. അതായത് ഗവേഷകൻ ആളുകളുമായി ആഴത്തിലിടപഴകുന്നു, അവരുമായി സംസാരിക്കുന്നു, അവരെ നിരീക്ഷിക്കുന്നു, ചിലപ്പോൾ അവരുടെ ജീവിതത്തിന്റെ ഒരു ഭാഗം തന്നെയായി മാറുന്നു. ഇതിന് നല്ല ക്ഷമയും കഴിവും വേണം. ഏറ്റവും പ്രധാനം, സ്വന്തം ചിന്തകളും കാഴ്ചപ്പാടുകളും ഈ പഠനത്തെ എങ്ങനെ ബാധിക്കാമെന്ന് സ്വയം ചോദിച്ചുകൊണ്ടേയിരിക്കണം. ഇതിനെയാണ് റിഫ്ലെക്സിവിറ്റി എന്ന് പറയുന്നത്. ഇതൊരു ചെറിയ ജോലിയല്ല. മിക്കപ്പോഴും പഠനമേഖലയിൽ ഒരുപാട് കാലം പ്രവർത്തിക്കേണ്ടതായി വരും. അപ്പോ നമ്മൾ സമഗ്രമായ, വഴക്കമുള്ള, പിന്നെ ഗവേഷകനെ തന്നെ ഒരു ഉപകരണമായി കാണുന്ന സമീപനങ്ങളെപ്പറ്റി സംസാരിച്ചു. ഇതെല്ലാം എങ്ങനെ ഒന്നിച്ചു പ്രവർത്തിക്കുന്നു എന്ന് ഏകദേശം ഒരു ഐഡിയ കിട്ടിയില്ലേ? ഇനി നമുക്കിത് പ്രയോഗത്തിൽ എങ്ങനെ വരുന്നു എന്ന് നോക്കിയാലോ? ഇതൊരു ഫിനോമിനോളജിക്കൽ സ്റ്റഡിയുടെ, അതായത് പ്രതിഭാസപരമായ പഠനത്തിന്റെ ഒരു ഉദാഹരണമാണ്.
ഈ രീതിയുടെ പ്രധാന ലക്ഷ്യം ഒരു പ്രത്യേക അനുഭവിച്ചറിഞ്ഞ യാഥാർത്ഥ്യത്തിന്റെ സത്ത എന്താണെന്ന് കണ്ടെത്തലാണ്. ഉദാഹരണത്തിന്, വിട്ടുമാറാത്ത വേദനയുള്ള രോഗികളെ പരിചരിക്കുന്ന ഒരു നഴ്സിന്റെ അനുഭവം എന്താണ്? ഗവേഷകൻ അവരുമായി ആഴത്തിൽ സംസാരിക്കും. അവരുടെ വാക്കുകളിൽ നിന്ന്, സംഭാഷണങ്ങളിൽ നിന്ന് ഒറ്റപ്പെട്ടു പോയി എന്ന തോന്നൽ, അല്ലെങ്കിൽ രോഗിയുടെ വേദന എന്റെയും വേദനയായി തോന്നുന്നു എന്ന പോലെയുള്ള പൊതുവായ തീമുകൾ കണ്ടെത്തും. ഇങ്ങനെയുള്ള കണ്ടെത്തലുകൾ വെറുതെ ഒരു റിപ്പോർട്ടിൽ ഒതുങ്ങുകയല്ല ചെയ്യുന്നത്. ഇത് നഴ്സുമാർക്ക് നല്ല സപ്പോർട്ട് കൊടുക്കാനും രോഗിപരിചരണം മെച്ചപ്പെടുത്താനും നമ്മളെ സഹായിക്കും. ഈയൊരു രീതിയിലൂടെയാണ് പലപ്പോഴും ആരും കേൾക്കാതെ പോകുന്ന ശബ്ദങ്ങൾക്ക് നമ്മൾ കാതോർക്കുന്നത്. ഡേറ്റയുടെയും കണക്കുകളുടെയും ലോകത്ത് ചിലപ്പോൾ നഷ്ടപ്പെട്ടു പോയേക്കാവുന്ന യഥാർത്ഥ മനുഷ്യാനുഭവങ്ങൾ നമ്മൾ വീണ്ടെടുക്കുന്നത്. ശരി, ഇതൊക്കെ കൊള്ളാം. പക്ഷെ നഴ്സിംഗില് ഇതിനെന്താ ഇത്ര പ്രാധാന്യം? കാരണം വളരെ ലളിതമാണ്. നഴ്സിംഗ് എന്നത് കുറച്ച് മരുന്ന് കൊടുക്കുന്നതിലോ മുറിവ് കെട്ടുന്നതിലോ ഒതുങ്ങുന്നില്ല. അത് രോഗിയുടെ മനസ്സിനെയും അവരുടെ അനുഭവത്തെയും അവരുടെ ലോകത്തെ തന്നെയും മനസ്സിലാക്കുന്നതിലാണ്. ഈയൊരു ഉദ്ധരണി ആ ചോദ്യത്തിന് കൃത്യമായ ഉത്തരം നൽകുന്നുണ്ട്. ഒരു രോഗിയുടെ അസുഖത്തെ ചികിത്സിക്കുന്നതിനൊപ്പം തന്നെ ആ അസുഖം അവരുടെ ജീവിതത്തെ എങ്ങനെയാണ് മാറ്റിമറിക്കുന്നത് എന്ന് മനസ്സിലാക്കേണ്ടത് ഒരു നഴ്സിന്റെ ഉത്തരവാദിത്തമാണ്. അതിനുള്ള വളരെ ശക്തമായ ഒരു വഴിയാണ് ഗുണപരമായ ഗവേഷണം. അപ്പോ അവസാനം നമ്മൾ എവിടെയാണ് എത്തുന്നത്? ഈ ഗുണപരമായ ഗവേഷണം എന്ന് പറയുന്നത് കണക്കുകൾക്കപ്പുറം ഓരോ മനുഷ്യന്റെയും വ്യക്തിപരമായ കഥ കേൾക്കലാണ്. ഓരോ അനുഭവത്തിനും അതിൻ്റെതായ ഒരു മൂല്യമുണ്ടെന്ന് അത് നമ്മളെ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. നമ്മൾ കൂടുതൽ ഡാറ്റയെ ആശ്രയിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ഈ ചോദ്യത്തിന് ഒരുപാട് പ്രസക്തിയുണ്ട്. പുതിയ ടെക്നോളജിയും അക്കങ്ങളും ചികിത്സയെ ഒരുപാട് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അതിനിടയിൽ ഓരോ രോഗിയുടെയും ആഴത്തിലുള്ള തനതായ മാനുഷിക കഥ നമുക്ക് എവിടെയെങ്കിലും വെച്ച് നഷ്ടപ്പെടുന്നുണ്ടോ? ഈ ഒരു ചോദ്യം ഞാൻ നിങ്ങൾക്കായി വിട്ടുതരുന്നു.